അല്ല ഡിസൈൻ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന സിറ്റുവേഷൻ വന്നാലും അതെ അവരുടെ മോസ്റ്റ് വെൽക്കം കേട്ടോ. ഒന്ന് പോയാലും നമുക്കൊക്കെ ഒരു വില കിട്ടും. അതെ അതെ അതെ. അടുത്തതായിട്ട് എനിക്ക് ആഷ്താനോട് ചോദിക്കാനുള്ളത്, സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു ഷോർട്ടേജ് ഭയങ്കരമായിട്ട് ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അത് എന്തുമാത്രം ബാധിക്കുന്നുണ്ട്, നമ്മുടെ ഫീൽഡിൽ എന്തുമാത്രം ബാധിക്കുന്നുണ്ട്? ഇപ്പോഴത്തെ ഈ മൈഗ്രേഷൻ കാരണം പ്രൊഫഷണൽ ലെവലിൽ നിന്ന് തൊട്ടിട്ട് താഴെ ഹെൽപ്പേഴ്സ് വരെയുള്ള സ്ഥലങ്ങളിൽ തന്നെ നമുക്ക് സ്കിൽഡ് ലേബേഴ്സിൻ്റെയും ഒക്കെ ഒരു അഭാവമുണ്ട്. അത് നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ സ്പീഡിനെയും ഒക്കെ ബാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻസിനെയാണ് ആശ്രയിക്കുന്നത്, അവരാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കല്ലാതെ വേറൊരു ഓപ്ഷനില്ല. അവരും ഇപ്പം നേരത്തെ ഒരു ചീപ്പാണ് നമ്മൾ പറയുമായിരുന്നു, ഇപ്പം അവരും ചീപ്പല്ല. അവർക്കും എങ്ങനെ പോയാലും ഒരു 1200 രൂപയൊക്കെ ടച്ചായി. തന്നെ ഞാനിപ്പോൾ റീസെന്റ് കണ്ട നമ്മുടെ ടൈലിങ്ങിലൊക്കെ രാജസ്ഥാനിൽ നിന്ന് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ വരുന്നുണ്ട് ഇപ്പോൾ. അതെ, ടൈലിന് രാജസ്ഥാനീസ് ഭയങ്കര സ്കിൽഡാണ്. ഇപ്പം ഇലക്ട്രിക്കൽ, പ്ലംബിങ്, കാർപ്പൻട്രി ഇതൊക്കെയാണ് ഒരു പരിധി വരെ അവർ കയറാത്ത ഭാഗങ്ങൾ. ഇനി അങ്ങോട്ടും അത് നടക്കും. കാരണം ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് പങ്കെടുത്തായിരുന്നു. ITIകളൊക്കെ അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുക, ഒത്തിരി കുറഞ്ഞു. എഞ്ചിനീയറിംഗ് കോളേജിൽ തന്നെ ആൾക്കാർ കുറഞ്ഞു. അപ്പോൾ അവിടുന്ന് ആൾക്കാർ കുറയുന്നുണ്ട്, ITI ആൾക്കാർ കുറയുന്നുണ്ട്. അപ്പം സ്കിൽഡ് ലേബേഴ്സിൻ്റെ എണ്ണം നന്നായിട്ട് കുറയുന്നുണ്ട്. സാറൊരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് ഈ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ആണോ ഏറ്റവും വലിയ പ്രശ്നം, അതോ മെറ്റീരിയൽ കോസ്റ്റിൻ്റെ പെട്ടെന്നുള്ള ചേഞ്ചസ് ആണോ ഏറ്റവും പ്രോബ്ലം വരുന്നത്, അതോ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പെട്ടെന്ന് വരുന്ന മാറ്റമാണോ ഏറ്റവും നമുക്ക് ഒരു ത്രെറ്റായിട്ട് വരുന്നത്? മെറ്റീരിയൽ കോസ്റ്റ് സ്ട്രക്ചർ കഴിയുന്നിടം വരെയുള്ള ഭാഗത്തെ നമുക്ക് ഒരു കൺട്രോൾ മീൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് സിമെൻറ്റും കമ്പിയും എംസാൻഡും അത് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതിന് ശേഷമുള്ള ഭാഗം ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഈ പറയുന്ന ടൈലിങ്, പെയിൻറ്റിങ്, അതിന് നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ലോ ക്വാളിറ്റി തൊട്ടിട്ട് ഹൈ ക്വാളിറ്റി വരെ മാർക്കറ്റിൽ ഈ പറയുന്ന തെങ്കാശി, കോയമ്പത്തൂർ വാങ്ങി ചീപ്പായിട്ട് സാധനം കിട്ടും. അതിനെക്കുറിച്ച് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ വരികയാണ്. അങ്ങനെ നമുക്ക് ഇവിടെ ബ്രാൻഡഡ് ഷോപ്പുകളിൽ പോകുന്നുണ്ട്, നമുക്ക് ഒരു അഷ്യൂരിറ്റി ഉണ്ടാവും. അല്ല, ഇപ്പം ഈ ഇലക്ട്രിക്കൽ, പ്ലംബിങ് മാത്രമല്ലല്ലോ, അല്ലാതെ ഉള്ള സാധനങ്ങളും എല്ലാം ഇപ്പം അവിടെ നിന്ന് വരുന്നുണ്ടല്ലോ. ടൈല് സ്ക്വയർ ഫീറ്റിന് 30 രൂപ തൊട്ടിട്ട് ഇപ്പോൾ 4x2 ടൈൽസ് കിട്ടും. നമ്മൾ സംസാരിച്ച പോലെ തിക്നെസ് വളരെ കുറവായിരിക്കും, 6 mm ആണ് തോന്നുന്നു, പക്ഷെ 30 രൂപ ഉള്ളൂ 4x2 ടൈൽസ്. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഒരു പ്രോബ്ലമാണ് ഈ കോയമ്പത്തൂർ പോയിട്ട് സാധനം എടുക്കുക എന്നുള്ളത്. ഇത് കസ്റ്റമേഴ്സ് പോയി എടുക്കുന്നത്. കാരണം ഇപ്പം ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനെക്കാട്ടി റേറ്റ് കുറച്ച് എങ്ങനെ ഇവർ കൊടുക്കുന്നു ഞങ്ങൾക്ക് തന്നെ ചിലപ്പോൾ മനസ്സിലാവാറില്ല. ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ നമുക്കറിയില്ല. അപ്പോൾ സാറിൻ്റെ ഇതിൽ എന്ത് ഐറ്റം ആയിക്കോട്ടെ കോയമ്പത്തൂരിൽ നിന്നും അതുപോലെയുള്ള പോകുന്നത് നല്ലതാണോ? അപ്പോൾ സാറിൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ ചോദിക്കുകയാണ്, നല്ലതാണോ ചീത്തയാണോ? ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. പക്ഷെങ്കിൽ കസ്റ്റമറിൻ്റെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പം പോയാൽ പറ്റൂ എന്നുള്ളവരൊക്കെ പോകും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ആൾക്കാർ കുറച്ചുകൂടെ ബോധവാന്മാരാണ്. അങ്ങനെ പോയി എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഉറപ്പായിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് യാതൊരു സംശയമില്ല അതിനകത്ത്. ഈ പ്രത്യേകിച്ച് ബില്ലില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒറിജിനൽ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ പറ്റില്ല. ഒരു കമ്പനിയും ബില്ലില്ലാതെ സാധനം കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം അതിനകത്ത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. പിന്നെ സാറിന്മാരുടെ എന്തായാലും ഇതിനകത്തൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ ഇല്ല. ഞാനിപ്പോ ഇത് കേട്ടപ്പോഴായിരുന്നു, ഇതുവരെ ഇല്ല. കോയമ്പത്തൂരിന് ഡിസൈൻ കിട്ടുന്നൊരു ഇത്രയും നാളും വയറൊക്കെ എടുത്ത് ചെക്ക് ചെയ്യേണ്ട വന്നില്ല. അല്ല, ഡിസൈൻ കോയമ്പത്തൂരിൽ നിന്നൊക്കെ വരുന്ന സിറ്റുവേഷൻ വന്നാലും അവരുടെ മോസ്റ്റ് വെൽക്കം കേട്ടോ. ഒന്ന് പോയാലും നമുക്കൊക്കെ ഒരു വില കിട്ടും. അതെ അതെ അതെ. കോയമ്പത്തൂരിലെ തമിഴ്നാട്ടിലെ വീടുകൾ കാണുമ്പോഴേ ഞാനിപ്പോ തെങ്കാശി പോയിട്ടൊരു വീട് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുപോലെ അവരുടെ അവിടുത്തെ ഒരു ഇതല്ലാതെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് വേണമെന്ന് പറഞ്ഞ് അത് പറഞ്ഞ കറക്റ്റാ. തമിഴ്നാട്, കർണാടക ഭാഗത്ത് കേരള ആർക്കിടെക്ട്സിന് നമ്മൾ ഇവിടുത്തെ ഡിസൈനേഴ്സിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ട്. നമ്മുടെ വീടുകൾക്ക് അവർ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് തരും. അതെല്ലാം എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്. അതെ 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 അതെ. അവിടെ ഇപ്പം ഒരു കേരളത്തിന്റെ പോലെ ഒരു സ്റ്റൈലിലേക്ക് വരുന്നുണ്ട്. നേരത്തെ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ ഈ തമിഴ്നാട്ടിലോട്ട് പോയാലും അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലോട്ട് പോയാലും ഭയങ്കര രസകരമാണ്. നമ്മുടെ ഇവിടെ
ഒരു വീട് പണിയണമെന്നുണ്ടെങ്കിൽ 1 മാസം എടുക്കും ഇതിൻ്റെ പെർമിറ്റും പരിപാടിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞൊന്ന് തുടങ്ങാൻ. അവരവിടെ തുടങ്ങിയിട്ട് പിന്നാണ് ഇതേപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നത്. അതൊരു പ്രോബ്ലം അല്ല, അതൊരു പ്രശ്നമല്ല. എങ്ങനെ പണിത് വെച്ചാലും ഞാൻ ഇത് പറഞ്ഞതിന് കൂട്ടത്തിൽ ഞാനിപ്പോൾ കേരളത്തിൽ നിന്ന് വന്നതിൻ്റെ കുഴപ്പമില്ല. ഞാൻ ബാംഗ്ലൂരിൽ പ്രൊജക്റ്റ് ചെയ്തായിരുന്നു. ക്ലയൻറ്റ് എൻ്റെ ഒരു 1.25 ലക്ഷം രൂപ ഇവിടെ ഒരാൾക്ക് ഒരു വയലേഷനും ഒന്നുമില്ല, ക്ലിയറായിട്ടാണ് പണിയാൻ പോകുന്നത്. 1.25 ലക്ഷം രൂപ ഏജൻറ്റ് കൊടുത്തു, പെർമിറ്റ് കിട്ടി. പ്ലാനൊന്നും എന്തോന്നൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇവിടെ നമ്മളിവിടെ കൈക്കൂലി എന്നൊക്കെ പറയുന്നു, ഇവിടെയൊക്കെ നമ്മൾ കൂടിപ്പോയാൽ വളരെ ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയുണ്ട്. പക്ഷെ അവിടെ 1.25 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്, ഏജൻറ്റ് കൊടുക്കുന്നത്. ഞാൻ പറയുന്നത് നമുക്കിവിടെ കേരളത്തിൽ ഇത്രയും റൂൾസും റെഗുലേഷൻസും ഉള്ളത് ആക്ച്വലി നല്ലതാണ്. അതെ, അടുത്തവൻ്റെ വീട്ടിലേക്കും വായുസഞ്ചാരവും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ റൂൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ നേരത്തെയുള്ള സ്റ്റേറ്റുകളിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അടുക്കിയാണ്, ഒരു എയർ ഗ്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു അവർ കൂടുതലും അവരുടെ ടൈം ഔട്ട്ഡോർ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണ് അങ്ങനെ പോസിബിൾ. ഞങ്ങൾക്കിത് ഈ ഒരു പ്രൊജക്റ്റ് വളരെ ചലഞ്ചായിരുന്നു. എന്നുവെച്ചാൽ എല്ലാ പ്ലോട്ടിൻ്റെ 3 സൈഡിലും മറ്റേ വീടുകളുടെ ഭിത്തിയാണ്. അപ്പം അങ്ങോട്ട് കയറ്റി പണിയുമ്പോഴത്തേക്ക് അവർ ജനലെടുത്ത് മാറ്റി അടച്ചു തരും എന്നുള്ളതാണ് അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ ആ ജനൽ അവർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെ ശ്വസിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ പറ്റില്ല. നമ്മളിവിടെ വെളിച്ചത്തിനും വായുവിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ ഡിസൈൻ ചെയ്യുന്നത്. പക്ഷെ അവിടെയൊക്കെ സ്ഥലം പരിമിതിച്ചാൽ ഇഷ്ടംപോലെ സ്ഥലം ഭയങ്കര എക്സ്പെൻസീവാണ് ഞാൻ കണ്ടെടുത്തോളം. സ്ഥലമുണ്ട്, ശരിയാ, കർണാടക സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്. ബാംഗ്ലൂർ മാത്രമാണ് പിടിക്കുമ്പോഴാണ്. തെങ്കാശിയിൽ പോലും വലിയ ലാൻഡുകൾ ഉണ്ടെങ്കിലും ഈ വീടുകൾ ഇവരെല്ലാം വെക്കുന്ന ഒരു കോൺസെൻട്രേറ്റഡ് ഏരിയയല്ല, അതിനകത്തൊരു പ്ലോട്ടിന് ഭയങ്കര എക്സ്പെൻസീവാണ്. എന്നാൽ നമ്മുടെ ഇവിടുത്തെ 4 ഡെവലപ്മെന്റ് അവിടെ ഇല്ല. എന്നാൽ പോലും അവിടെ പ്ലോട്ടിന് നമ്മുടെ ഇവിടുത്തെ മച്ച് ഹയർ വാല്യൂ ആണ് അവിടെ ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. കസ്റ്റമേഴ്സിന് വേണ്ടി അറിയാൻ വേണ്ടി ഒരു വീട് പണിയുന്ന സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? അത് സ്റ്റാർട്ടിങ് ഫ്രം നമ്മൾ സ്ട്രക്ചർ ഫ്രം സാറിൻ്റെ ചോദിക്കാം. കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ, അതായത് എല്ലാ ടൈപ്പ് വീടുകളും ഉണ്ടല്ലോ, ഏറ്റവും ബെസ്റ്റ് രീതി പണിയുന്നതും കാണും, അവർക്ക് കുറച്ച് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നും കാണും. അതിന് ഒരു പ്രോബ്ലം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പറയാം? ഞാൻ ബേസിക്കലി ഒരു സ്ട്രക്ചറൽ പോയിന്റ് ഓഫ് വ്യൂ ഒന്ന് സംസാരിക്കാം. കാര്യം ആർക്കിടെക്ചർ സൈഡും അത് എക്സിക്യൂഷൻ്റെ സൈഡും സംസാരിക്കാൻ നമുക്ക് ഫ്രെഡിയും ആശിഷും ഉണ്ട്. സോ ഞാൻ പെർട്ടിക്കുലർലി സ്ട്രക്ചറിൻ്റെ പാർട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ സ്ട്രക്ചറിൻ്റെ പാർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനിൽ ഏറ്റവും കൂടുതൽ വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോഡുകൾ, ഈ പറയുന്ന നമ്മുടെ വീടിൻ്റെ സ്ലാബ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ലാബ് എന്ന് ഈ ലോഡുകൾ ബീമിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. ഈ ബീമിൽ നിന്ന് ലോഡുകൾ കോളംസ് അല്ലെങ്കിൽ പില്ലറുകളിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു, ഫൗണ്ടേഷനിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു, അതുപോലെ സോയിലിലേക്ക് ട്രാൻസ്ഫർ ആവുന്നു. അപ്പം ഈ ലോഡുകൾ എന്തുമാത്രം നമുക്ക് കുറയ്ക്കാൻ പറ്റുമോ, അപ്പം അത്രയും സേവിങ്സ് നമുക്ക് ഫൗണ്ടേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാര്യം നമുക്ക് പലപ്പോഴും അറിയാം, ഈ ഒരു കോളം ബീം സ്ട്രക്ചർ, ഞങ്ങൾ ബ്രേസ്ഡ് സ്ട്രക്ചർ എന്ന് പറയും, ഒരു കംപ്ലീറ്റ്ലി ഒരു കോളം ബീം സ്ട്രക്ചറായിട്ട് ചെയ്യുന്ന ഒരു വീടുകൾക്ക് ഭിത്തി എന്ന് പറയുന്നത് എപ്പോഴും പ്രൊട്ടക്റ്റീവ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ. ഒരിക്കലും അതൊരു തരത്തിലുള്ള ലോഡും ബെയർ ചെയ്യുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ കൺവെൻഷണൽ സ്ട്രക്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റബ്ബറിൽ ചെയ്ത വീടുകളിൽ ഭിത്തികളാണ് അതിൻ്റെ ലോഡ് എടുക്കുന്നത്. സോ പ്രത്യേകിച്ച് ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിൻ്റെ ആസ്പെക്റ്റിൽ ഞാൻ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭിത്തികൾ അവിടെ എപ്പോഴും ഒരു പ്രൊട്ടക്റ്റീവ് എലമെൻ്റ് ആണ്. അവിടെ ആ ഭിത്തികൾക്ക് ആവശ്യമില്ലാത്ത ലോഡ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഫൗണ്ടേഷനിലേക്ക് വരുന്ന ലോഡുകൾ കൺസിഡറബിളി നമുക്ക് കുറയ്ക്കാനും പറ്റും. അതുവഴി നമുക്ക് ഫൗണ്ടേഷൻ കോസ്റ്റിൽ നല്ലൊരു സേവിങ്സ് കൊണ്ടുവരാനും സാധിക്കും. സാർ, ഇതിനകത്ത് തന്നെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? മെറ്റീരിയൽസിൽ ബേസിക്കലി ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് നമുക്ക് സിമെൻറ്റ് തന്നെ ഇന്ന് മാർക്കറ്റിൽ മേജർ 3 ടൈപ്പ് ഓഫ് സിമെൻറ്റ്സ് അവൈലബിൾ ആണ്. OPC സിമെൻറ്റുകൾ അവൈലബിൾ ആണ്, PPC സിമെൻറ്റുകൾ അവൈലബിൾ ആണ്. PPC എന്ന് പറയുമ്പോഴത്തേക്കും പോർട്ട്ലാൻഡ് പോസോലാനിക് സിമെൻറ്റ് എന്നാണ്. അതിൻ്റെ അകത്ത് ഫ്ലൈ ആഷിൻ്റെ കണ്ടൻറ്റ് ഹയർ ആണ്. അതുപോലെ തന്നെ മറ്റൊരു തേർഡ് ടൈപ്പ് ഇസ് പോർട്ട് ആൻഡ് സ്ലാഗ് സിമെൻറ്റ്. അത് ബേസിക്കലി സ്റ്റീൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ നിന്ന് വരുന്ന ആ ഒരു സ്ലാഗ് ആണ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഈ ഫ്ലൈ ആഷ് യൂസ് ചെയ്യുന്നതിന് പകരം യൂസ് ചെയ്യുന്നത്. സോ ഈ 3 സിമെൻറ്റുകളും യൂസ് ചെയ്യുന്ന ചില പെർട്ടിക്കുലർ സിറ്റുവേഷനുകളുണ്ട്. ഇപ്പം സ്ലാഗ് സിമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും പൈല് ചെയ്യുന്ന സിറ്റുവേഷനുകളിൽ വാട്ടർ ടേബിൾ ഹൈ ആണ്, അങ്ങനത്തെ സിറ്റുവേഷനുകളിൽ സ്ലാഗ് സിമെൻറ്റുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്, ഫാസ്റ്റർ സെറ്റിംഗ് ആണ്. അതുപോലെ PPC യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും PPC സെറ്റ് ചെയ്യാൻ ടൈം എടുക്കുമെങ്കിലും സ്ട്രെങ്ത് അച്ചീവ് ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് അച്ചീവ് ചെയ്യും. എന്നാൽ ചില പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ OPC നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ട സിറ്റുവേഷൻസും ഉണ്ട്.
സോ ബേസിക്കലി ഈ 3 ടൈപ്പ് ഓഫ് സിമെൻറ്റുകൾ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. സിമെൻറ്റുകൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം, നമുക്ക് ഒരു നല്ല ബ്രാൻഡുകൾ, നമുക്ക് അനവധി നല്ല ബ്രാൻഡുകളുണ്ട്. ഞാൻ പേഴ്സണലി ഇപ്പം ഒരു ബ്രാൻഡും എൻഡോസ് ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും നമ്മൾ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ നല്ല സ്ട്രോങ് പ്രസൻസ് ഉള്ള ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാര്യം ഇവരുടെ എല്ലാം ഒരു ക്വാളിറ്റി ആസ്പെക്ട്സ് എന്തുമാത്രം ഈ പറയുന്ന അൺബ്രാൻഡഡ് സിമെൻറ്റുകൾ കീപ്പ് ചെയ്യുന്നുണ്ടെന്നറിയില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സ്റ്റീൽ. സോ സ്റ്റീലിൽ നമുക്കറിയാം, സ്ക്രാപ്പ് സ്റ്റീലും പ്യുവർ സ്റ്റീലും മിക്സ് ചെയ്ത് തന്നെയാണ് എല്ലാ ബ്രാൻഡുകളും സ്റ്റീൽ മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും സ്ക്രാപ്പിൻ്റെയും ഇമ്പ്യൂരിറ്റീസിൻ്റെയും പെർസെൻറ്റേജ് ഏറ്റവും കുറവുള്ള സ്റ്റീലുകളെ നമ്മൾ പ്രൈമറി സ്റ്റീൽ എന്ന് പറയും. സോ എൻ്റെ അഡ്വൈസ് ആസ് എൻ എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്നുള്ള ഒരാൾ, അല്ലെങ്കിൽ ആസ് എൻ എഞ്ചിനീയർ, ആസ് എ സ്ട്രക്ചറൽ എഞ്ചിനീയർ, എൻ്റെ അഡ്വൈസ് എപ്പോഴും പ്രൈമറി സ്റ്റീൽ യൂസ് ചെയ്യുക, ഒരു പ്രൈമറി ഗ്രേഡ് സിമെൻറ്റ് യൂസ് ചെയ്യുക. കാര്യം നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഇതാണ്. കാര്യം നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് സ്ട്രക്ചർ സേഫായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉള്ള കാര്യങ്ങൾ സേഫായി. പ്രൈമറി സ്റ്റീലിലേക്ക് പോകുമ്പോൾ ഉള്ള കോസ്റ്റ് വ്യത്യാസം നോക്കരുത് എന്നുള്ളതാണ്. കാര്യം നമുക്ക് ഇന്ന് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൈമറി സ്റ്റീലും അവൈലബിൾ ആണ്. അത് സിമെന്റിന്റെ കേസിലും ആ സെയിം പ്രോബ്ലം ഉണ്ട്. സിമെന്റിന്റെ കേസിലും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഒരു മേജർ ഗ്യാപ്പ് ഒന്നും ഒരിക്കലും ഇല്ല. ഈ പറയുന്ന കുറച്ച് ലോക്കൽ ബ്രാൻഡ് എടുത്താലും പ്രോബ്ലം ഇല്ല എന്നുള്ളതാണ്. ലോക്കൽ ബ്രാൻഡ് എടുക്കരുത് എന്നുള്ളതാണ്. ഇതിനകത്ത് ഞാനൊന്ന് ഇടപെടുക. ഇപ്പം ഈ വീട്ടുകാരെ കോൺട്രാക്ടേഴ്സിനെ സമീപിക്കുമ്പോൾ ഇപ്പം ഇതിൻ്റെ സ്റ്റീലിൻ്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഗ്രേഡ് ഉണ്ടല്ലോ, 415, 500, അങ്ങനെ ഏത് വീടാണെങ്കിലും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അവരൊക്കെ 550D കമ്പൽസറി ആയിട്ട് പറയും. അതേസമയം ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിൻ്റെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് 415 മതി എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വെയിറ്റ് കുറയ്ക്കാം, കോസ്റ്റ് കുറയ്ക്കാം. പക്ഷേ ആൾക്കാർ സമ്മതിക്കത്തില്ല. സ്റ്റീലിൻ്റെ വെയിറ്റ് കൂടുന്നതാണ്. ടാറ്റ വേണമെന്ന് എല്ലാവരും അതിട്ടാലേ പക്ഷേ ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പോലും കോസ്റ്റ് എഫക്റ്റീവ് എന്നുള്ള കാര്യം പറഞ്ഞത്. അത് പക്ഷേ സ്ട്രക്ചറൽ എഞ്ചിനീയറിനെ കറക്റ്റായിട്ട് പറയാൻ പറ്റും എവിടെയൊക്കെ എന്തൊക്കെ ഉപയോഗിക്കണം. ഓക്കെ. സോ നമ്മളെപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും കോൺക്രീറ്റിന് വേണ്ട ഗ്രേഡ്, ഒരു MQ മിക്സിനുള്ളിൽ എത്ര ബാഗ് സിമെൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ഇപ്പം ആശിഷ് പറഞ്ഞ പോലെ സ്റ്റിറപ്പുകൾക്ക് നമുക്ക് 415 ധാരാളമാണ്. സ്റ്റിറപ്പിൽ പോയി 500ഉം 550ഉം ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യം ഒരിക്കലും വരുന്നില്ല. അതുപോലെ നമ്മളൊരു 2 ഫ്ലോർ ചെയ്യുമ്പോഴത്തേക്കും 500 പ്രൈമറി, ലോഞ്ചിറ്റ്യൂണൽ ബാർസിൽ 500 ധാരാളം മതി. അവിടെ 550 SD ഇതിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല. അതുവഴി നമുക്ക് ഒത്തിരി കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും പറ്റും. സോ നമ്മൾ പ്രോപ്പർലി ഡിസൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കോസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ പലപ്പോഴും ഇൻഫോംഡ് അല്ലാതെ ഒരു കാര്യത്തിലേക്ക് എടുത്ത് ചാടുമ്പോഴാണ് ഈ നമ്മളറിയാതെ തന്നെ ഈ ഓവർഹെഡുകൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുന്നത്. സാറേ, ഒരു സ്ട്രക്ചറലിൻ്റെ കാര്യം പറയുന്നത്, ബാക്കിയുള്ള ഒരു ഇൻറ്റീരിയർ നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചെയ്യുന്നുണ്ട്. ഈ കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങളെപ്പോഴും ക്ലയൻസിനോട് പറയുന്നൊരു കാര്യമുണ്ട്. കോസ്റ്റ് എഫക്റ്റീവ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു ലോങ്ങർ റണ്ണിലെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഒരു വെൽ ലൈറ്റിങ്ങും വെൽ വെന്റിലേഷനും ഉള്ളൊരു വീടാണെങ്കിൽ നമുക്ക് അനാവശ്യമായിട്ടൊരു AC കൊടുത്ത് അതിൻ്റെ ലോഡ് കൂട്ടേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എൻ്റെ കൺസംഷൻ ചാർജസ് കൂട്ടേണ്ട കാര്യങ്ങൾ ഇനി എനർജി വൈസ് എഫിഷ്യൻ്റ് ആക്കാം. അപ്പം ഏത് തലത്തിൽ ഉള്ള കോസ്റ്റ് എഫിഷ്യൻസിയാണ് എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടത് ഒരു ക്ലയൻ്റാണ്. അവരത് ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു കൺസൾട്ടൻ്റ് ആയിരിക്കും. ഇപ്പം ഡിസൈനായിട്ട് അല്ലെങ്കിൽ ഒരു ഫുൾ പ്രൊജക്റ്റായിട്ട് അല്ലെങ്കിൽ പോലും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്നത്, നിങ്ങളിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു മേസ്ത്രി അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ ഡയറക്റ്റ് വിളിച്ചൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിലും ഒരു പ്രൊഫഷണൽ കൺസൾട്ടേഷൻ എടുക്കുക. അതിനെനിക്കൊന്നൊരു 90% ആർക്കിടെക്ട്സും എഞ്ചിനീയേഴ്സും ഒരിക്കലും അതിനൊരു നോ പറയത്തില്ല. എനിക്ക് ഇത് കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യമാണ് പറഞ്ഞത്. ഒരു 90% ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണയാണ് ആർക്കിടെക്റ്റ് വന്നു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആകും പ്രൊജക്റ്റ് എന്നുള്ളത്. അത് ബേസ്ഡ് ഓൺ ആ ആർക്കിടെക്റ്റിനെ അവർ ചൂസ് ചെയ്യുന്നത് മറ്റൊന്നിൽ നിന്നും വേറിട്ട് നിൽക്കാനും അവരുടെ ഏറ്റവും പ്രീമിയമായിട്ടുള്ള പ്രൊഡക്ട്സ് ഏറ്റവും കൂടുതൽ അവയർനെസ് ഉണ്ടാകുന്നത് ആർക്കിടെക്ട്സിനാണ്. അപ്പം ഏറ്റവും പ്രീമിയമായിട്ടുള്ള സാധനം അവരുടെ വീടുകളിലേക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയാണല്ലോ ഒരു ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ അങ്ങനെ ഡിസൈൻ ചെയ്ത് അങ്ങനെ ഒരു വീട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബിൽഡിംഗ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ആർക്കിടെക്റ്റിനെ ഹയർ ചെയ്യുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി അതിനനുസരിച്ച് അതിൻ്റേതായ കോസ്റ്റുകളുണ്ടാവും. പക്ഷേ ഇപ്പോൾ ഒരു ആർക്കിടെക്റ്റിനോട് ചെന്നിട്ട് പറയും എൻ്റെ ബഡ്ജറ്റ് ഇന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ക്ലയൻറ്റിനോടും പറയുന്നത് റിവേഴ്സ്. നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞൊരു പ്ലാനും വരച്ച് അതിൻ്റെ ഡിസൈനും എല്ലാം പറഞ്ഞിട്ട് ഇതിൻ്റെ കോസ്റ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ കോസ്റ്റ് കൂടും. നിങ്ങൾ തിരിച്ചു പോകും. അതായത് ആക്ച്വലി ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് പറ, ബഡ്ജറ്റിൽ നിന്ന് ഞങ്ങൾ റിവേഴ്സിലേക്ക് പോകാം. അപ്പം ചില സാധനങ്ങൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, സ്ട്രക്ചറിൽ എന്തൊക്കെ ചെയ്താലും ഒരു വലിയ കൂടുതൽ കോസ്റ്റിനകത്ത് വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല. ഇപ്പം സ്ട്രക്ചർ ഒത്തിരി ഇപ്പോൾ സ്റ്റീലിലുള്ള വേരിയേഷൻസ് കാര്യങ്ങളൊക്കെ പറയും. എന്നാലും ഒരു സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് കോസ്റ്റ് ഉണ്ട്.
അത് നമ്മൾ അതിനകത്ത് കണ്ടെത്തിയേ പറ്റും. കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റുന്നത് ശരിക്കും ഫിനിഷിങ്ങിലേക്ക് അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ്. അപ്പം ഒന്നും വേണ്ട. ഇപ്പം നിങ്ങൾ കോൺട്രാക്ടിങ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കാം, മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് കോൺട്രാക്ടേഴ്സിൻ്റെ അവരുടെ പെർഫോമയ്ക്കകത്തൊരു ഇതുണ്ടാവും. ഒന്നെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ക്ലോസറ്റ് അല്ലെങ്കിൽ 6,000 റുപ്പീസിൻ്റെ ക്ലോസറ്റ് ഏതെങ്കിലും ഒരു ക്ലയൻറ്റ് ഒരു ഷോപ്പിൽ പോയിട്ട് ഈ പറഞ്ഞ വാല്യൂവിൽ മേടിക്കാറുണ്ട്. ഇല്ല, അവിടെ 10 എഴുതിയിരിക്കുന്നിടത്ത് നേരെ 20-ഓ 15-ഓ 22-ഓ ആയിരിക്കും പർച്ചേസ് ചെയ്യുക. അത് ഓട്ടോമാറ്റിക് ഹ്യൂമൻ ഇതാണ്. അപ്പോൾ അതിന് ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഇതനുസരിച്ച് ഞങ്ങളത് മേടിക്കുമ്പോഴേ അടുത്ത ഇതിൻ്റെ ഷോപ്പിൽ പോയി സെലക്ഷൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മളിത് ലിസ്റ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ കോസ്റ്റ് ഇവിടം വരെ ചെല്ലും. അപ്പം അതിനകത്ത് ബാക്കി കാര്യങ്ങളുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഉണ്ട്, ഇൻറ്റീരിയർ ഉണ്ട്, ഹോം അപ്ലയൻസസ് ഉണ്ട്. അപ്പം ഇതിനുള്ള എല്ലാ കോസ്റ്റുകളും നമ്മളൊരു എക്സൽ ഡാറ്റ പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഒരു ക്ലോസറ്റിൻ്റെ പ്രൈസ് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്ന സാധനങ്ങളുടെ ഒരു ടോട്ടൽ ബിൽ എമൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് അവസാനം എൻഡ് ചെയ്യുന്ന ഏത് കോസ്റ്റിലേക്കാണെന്ന് അറിയാൻ പറ്റും. ആ അവയർനെസ് പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല. ഇപ്പം ഞാനോട് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്ലയൻറ്റ് ഇപ്പം എന്നോട് ഒരു WC ഇപ്പം നമ്മൾ പറഞ്ഞിട്ടായിരിക്കും നമ്മളൊരു മോഡലോ കാര്യങ്ങളോ കാണാൻ പോകുന്നത്. ചിലപ്പോൾ അവർ ചെന്നിട്ട് അവിടെ ചെന്ന് ചേഞ്ച് ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അതിലേക്ക് ഹയർ സാധനമായിരിക്കും മേടിക്കുന്നത്. അവരെന്നെ വിളിച്ച് ചോദിക്കുക, ഞങ്ങൾക്ക് ഇതാ ഇഷ്ടപ്പെട്ടെ, ഞാൻ ആരും അവരുടെ ക്ലോസറ്റ് ചേഞ്ച് ചെയ്യും. ഞാൻ ഓട്ടോമാറ്റിക്കലി പറയും നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് മേടിച്ചോളാം. പക്ഷേ ഈ കോസ്റ്റ് ബാരിയർ ഉണ്ട് എന്നുള്ളത് ഞങ്ങളെ സ്ട്രോങ് ആയിട്ട് അറിയിച്ചാലേ ഞങ്ങൾക്ക് പറയാൻ പറ്റും ശരി അത് മേടിച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര രൂപ വരെ ആവും എന്ന് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിനോട് ആർക്കിടെക്ട്സിനെ ഹയർ ചെയ്തുകൊണ്ട് ഒരിക്കലും കോസ്റ്റ് കൂടത്തില്ല. അത് ഇൻഫോർമേഷൻ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയിരിക്കും. പണ്ടൊക്കെ വക്കീലിന്റെ അടുത്തും ഡോക്ടറിന്റെ അടുത്തും സത്യം പോലെ പറയണമെന്ന് ചില വീഡിയോകൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഇത് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ട്സ് എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ധാരണ അവർക്കുണ്ട്. ആ സംസാരത്തിൽ അവര് കറക്റ്റ് ബഡ്ജറ്റ് പറയത്തില്ല. നമ്മളെ അവർക്കുള്ള ബഡ്ജറ്റിനേക്കാൾ ചിലപ്പോൾ ഇപ്പം നമ്മളും അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പറയുന്നത് ഒരു സൈക്കോളജിയാണ്. പക്ഷെ കറക്റ്റ് ബഡ്ജറ്റ് പറയാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ സംസാരിക്കുന്നതിൻ്റെ റേഞ്ച് കുറയ്ക്കും. ഏതാണ് സ്കെയിൽ ഡൗൺ ചെയ്യും. എന്നിട്ട് ഈ റീൽസ് കാണുന്ന പറഞ്ഞാൽ എല്ലാ പല ഓപ്ഷൻസ് ഇതിൽ കാണും. ഞാൻ ചോദിക്കാൻ വരികയാണ്, അതായത് മിക്ക ഇടത്തും കണ്ടുവരുന്ന കാര്യം തുടക്കം അവരുടെ ഇതിൽ കറക്റ്റ് ബഡ്ജറ്റിനുള്ള എല്ലാം കാണും. അത് സെറ്റപ്പ് ചെയ്തിട്ടാണല്ലോ തുടങ്ങുന്നത്. ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ബഡ്ജറ്റ് കൺസ്ട്രെയിൻറ്റ് വരും, ഭയങ്കരമായിട്ട് ഇത് ടൈറ്റ് ആവും. ഫസ്റ്റ് ഡിസ്കഷൻ പ്രോപ്പർ ആണെങ്കിൽ വളരെ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ആവത്തില്ല. അതായത് ഫസ്റ്റ് ഡിസ്കഷൻ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആ രീതിയിലേ പോകത്തുള്ളൂ. പണിഞ്ഞ് കഴിയുമ്പം ഞാൻ കഴിവതും ശ്രമിക്കാറുണ്ട്. ഒരു കോൺട്രാക്ട് വെച്ച് കഴിഞ്ഞാൽ മാറ്റാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കാരണം അത് ടൈറ്റ് ആവാൻ പാടില്ല. പിന്നെ നമുക്ക് സംസാരങ്ങളിൽ നിന്ന് മനസ്സിലാവും കുഴപ്പമില്ല, ഇവർ ഇവിടുന്ന് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ മാത്രം ഈ പറഞ്ഞ പോലെ ക്ലോസറ്റ് ഒരു പ്രൊഫഷണൽ ഒരിക്കലും ഒരു ക്ലയൻറ്റിനെ അവർക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റിനേക്കാൾ ഉപരി സാധനം അവരിലേക്ക് ലോഡ് ചെയ്ത് അവരുടെ ബഡ്ജറ്റ് കൂട്ടില്ല. കറക്റ്റ്. അത് ഒരു എല്ലാവരുടെയും എത്തിക്സിന്റെ പ്രൊജക്റ്റുകളുടെ കോസ്റ്റ് ഈ ഡീറെയിൽ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് ഫിക്സ് ചെയ്ത് അത് ലോക്കിൻ ചെയ്ത് പണി തുടങ്ങി കഴിയുമ്പോഴത്തേക്കും വരുന്ന ചേഞ്ചുകളാണ്. ആ ചേഞ്ചുകൾ നമുക്ക് ഒഴിവാക്കുക. കാര്യം ഡിസൈൻ ഇത്രയും കൂടെ ടൈം എടുത്തോട്ടെ, 2, 3, 4 മാസം നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിൽ എത്തുന്നവരെ ഐറ്ററേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സ് എല്ലാം അതിൽ കൊണ്ടുവന്ന് ഡിസൈൻ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വൺസ് കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നീട് ചേഞ്ചുകളോ അഡീഷൻസോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. അതാണ് എപ്പോഴും ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റിനെ അതിന്റെ ട്രാക്കിൽ നിന്ന് അതിന്റെ കോസ്റ്റ് വൈസ് അതിന്റെ ട്രാക്കിൽ നിന്ന് എപ്പോഴും തെറ്റിക്കുന്ന ഒരു ഫാക്ടറാണ്. ഇവിടെയാണ് ഈ അമ്മാവന്മാരൊക്കെ വരുന്നത് അല്ലേ, അഭിപ്രായങ്ങൾ വരുന്നത്. സൈക്കോളജി ഭയങ്കര കേട്ടോ. ഒരു വീട് പണിയുമ്പം ഭയങ്കര അപകടം എന്താ ഈ പറയത്തില്ലേ, വാസ്തു അല്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്, പ്രഷറാണെന്നൊക്കെ. ശരിയാണ്, ടെൻഷനാണ്, പ്രഷറാണ്, പല അഭിപ്രായങ്ങൾ വരും. ഫണ്ടിനെ മാനേജ് ചെയ്യണം, സമയത്തിന് ചിലപ്പോൾ കോൺട്രാക്ട് തീർക്കുന്നുണ്ടാകത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പ്രഷറെല്ലാം കൂടെ ബിൽഡ് ചെയ്യും. പക്ഷേ നമ്മൾ ഈ കൂടെ ട്രാവൽ ചെയ്യുമ്പം ആർക്കിടെക്റ്റ് ആണെങ്കിലും നമ്മൾ ബിൽഡർ ആണെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവരെ പോസിറ്റീവാക്കി കൊണ്ടുപോകണമെങ്കിലുണ്ടല്ലോ കറക്റ്റായിട്ട് കാര്യങ്ങൾ പോകും. ബഡ്ജറ്റ് ഒരു പരിധി കൂടുതൽ ഷൂട്ടാവായിരുന്നാൽ മതി. പിന്നെ ഇപ്പോൾ കോസ്റ്റ് എഫക്റ്റീവിൻ്റെ കാര്യം പറഞ്ഞപ്പം ഞാൻ കഴിവതും ഈ കോസ്റ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ബെക്കർ മോഡൽ നോക്കാറുണ്ട്. പഴയ സാധനങ്ങൾ റീയൂസ് ചെയ്യാൻ നോക്കും, വുഡ് കട്ട് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്ത്. അങ്ങനെ ഇത് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പല മാർഗ്ഗങ്ങളുണ്ട്. കറണ്ട് ബില്ല് കുറയ്ക്കുന്ന ഒരു കോസ്റ്റ് എഫക്റ്റീവ്നെസ് ആണ്. ഈ വുഡ് പഴയത് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഓപ്ഷനാണ്. അപ്പം കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞ ആ ഒരു ടേമിന് ഞാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ റീയൂസ് ചെയ്ത് അല്ലെങ്കിൽ റീപർപ്പസ് ചെയ്ത്
കോസ്റ്റ് എഫക്റ്റീവ് ആക്കാന്നുള്ളത്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ ലോ കോസ്റ്റ് ആവുന്നല്ല എൻ്റെ അർത്ഥം. എക്സാക്ട്ലി. കുറച്ചുകൂടെ പ്രകൃതിയെ നോക്കാതെ കുറച്ച് സസ്റ്റൈനബിൾ ആയിട്ട് കോസ്റ്റ് ഇഫക്റ്റീവ് ആക്കുക. നമ്മൾ മുടക്കിയ പൈസ അതിൻ്റെ വാല്യൂ. എക്സാക്ട്. അടുത്തൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ യൂട്യൂബിലും മാഗസിൻസിലൊക്കെ എപ്പോഴും കാണുന്നതാണ്, ഒരു 10 സെൻറ്റിൽ 20 lakhs വീട്, അല്ലെങ്കിൽ 30 ലക്ഷത്തിനുള്ളിൽ നിൽക്കുന്ന വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി നമ്മൾ കാണാറുണ്ട്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിൻ്റെ യാഥാർത്ഥ്യം ഞാൻ പറയുകയാണെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾ തന്നെ പറയണം. പറയുന്നത് 10-20 ലക്ഷം രൂപയ്ക്ക് നടക്കുകയില്ല. പറയുകയാണെങ്കിൽ എനിക്കുള്ള അനുഭവം പറയാം. ഞാൻ എൻ്റെ ഓഫീസ് ചെയ്ത സമയത്ത് അതൊരു ഗ്രീൻ ബിൽഡിംഗ് ആയത്, റീയൂസ് മെറ്റീരിയലും കൂടെ ആയിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ഈ വീട് മാഗസീൻകാർക്കൊരു ഗ്രീൻ ബിൽഡിംഗ് ഫീച്ചർ ചെയ്യണമായിരുന്നു. അപ്പോൾ അവരത് ഒന്ന് കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ചെയ്തു. എല്ലാം അവർ എഴുതി വെച്ച ക്യാപ്ഷൻ ഇങ്ങനെയാണ്: 8 ലക്ഷം രൂപയ്ക്ക് ഒരു 1.5 വീട്, 8 ലക്ഷം രൂപയ്ക്ക് 1.5 വീട്. ഓക്കെ. അപ്പോൾ അവരുടെ ക്വസ്റ്റ്യനകത്ത് ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, നമുക്ക് സ്ട്രക്ചർ കോസ്റ്റ് എത്രയായി? അതായത് നമ്മൾ പറയും 8 lakhs. എനിക്കത് ചെറിയ ഓഫീസായിരുന്നു, അതുകൊണ്ട് 15 ലക്ഷം രൂപ ആയത് എക്സ്പെൻസ് എല്ലാം കൂടെ. പക്ഷെ 8 lakhs ആണ് സ്ട്രക്ചർ കോസ്റ്റ്. അപ്പോൾ അവരെഴുതിയത് 8 ലക്ഷം രൂപയ്ക്ക് 1.5 വീട്. ഈ പറയുന്ന വീട് മാഗസീൻ പോലെ ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ളൊരു മാഗസീൻ പോലും സ്ട്രക്ചർ ആയിരുന്നത്. അപ്പോൾ ഈ യൂട്യൂബിലും ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവർ 3000 square feet 30 ലക്ഷം രൂപയ്ക്ക് പണിയെന്നൊക്കെ പറഞ്ഞിട്ട് ആഡ് കാണും. നമ്മളിപ്പോൾ ക്ലയൻറ്റ് ഡിസ്കഷനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവരിതെല്ലാം കണ്ടിട്ടായിരിക്കാം ഇവരുടെ സ്വപ്നങ്ങൾ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ 30 lakhs കൊണ്ട് 3000 square feet വീട് ചെയ്യാമല്ലോ എന്ന് ഓർത്ത് വരുമ്പം നമ്മൾ പറയുന്ന കള്ളമായിട്ട് ചിലപ്പോൾ അവർക്ക് ആദ്യം തോന്നും. നമ്മൾ അവരെ എഡ്യൂക്കേറ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് ഇതാണ് പ്രൈസ് എന്ന് കാണിച്ച് കൊടുക്കാതെ മുമ്പോട്ട് പോകത്തില്ല. പക്ഷെ ഇത് സ്ട്രക്ചർ കോസ്റ്റാണ് പറയുന്നത്, ഫിനിഷിങ്ങോ ഇന്റീരിയറോ ഒന്നും അതിനകത്ത് വരില്ല. എല്ലാം ബേസിക് പ്രൈസ് വെച്ചിട്ടുള്ള. അപ്പോൾ അതായത് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അറിയാലോ. തീർച്ചയായും അതിനകത്ത് പ്രത്യേകിച്ച് ഈ കല്ലുകെട്ടായിരിക്കും അതിന്റെ തറ വരുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻസ് അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതിന്റെ ലൊക്കേഷൻ മാറി കഴിഞ്ഞാൽ തന്നെ കോസ്റ്റ് മാറി. അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഫൗണ്ടേഷൻ തന്നെ 15 to 20 lakhs 2000 square feet കണ്ടു. ഇതില് മുതലെടുപ്പ് നടത്തുന്നവരും ഉണ്ട്. ആദ്യം ഇത് പറഞ്ഞിട്ട് പിന്നെ അവസാനം വരുമ്പോഴത്തേക്കും കോസ്റ്റ് കുറച്ച് കൂടി വന്നിട്ട് കസ്റ്റമർ താങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് വരുന്ന ഇഷ്ടംപോലെ കേസുകൾ. കഴിവതും സർപ്രൈസ് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് മാക്സിമം നമുക്ക് ശ്രമിക്കാം. അതിന് ഡിസൈനിങ് ഫേസ് നമ്മൾ കൂട്ടണം. പ്ലാനിങ് സ്റ്റേജ് മാക്സിമം ആക്കിയാൽ സർപ്രൈസ് കുറഞ്ഞിരിക്കും വീട്ടുകാർക്ക്. പെട്ടെന്ന് എനിക്കൊരു പ്ലാൻ വരച്ച് വീട് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർപ്രൈസ് ആയിരിക്കും. ഓരോ സ്റ്റേജ് കഴിയുമ്പോഴും അവർ ഞെട്ടിക്കൊണ്ടിരിക്കും. അതെ. ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ആദ്യമേ കറക്റ്റാക്കുക എന്നുള്ളതാണ്. ഒരു ബിൽഡിങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചറിൻ്റെ കോസ്റ്റ് മനസ്സിൽ കണ്ടുകൊണ്ട് ഫുള്ളായിട്ട് തീർക്കാം എന്നുള്ളൊരു ചിന്തയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവർ ആ സ്ട്രക്ചർ കഴിയുമ്പോൾ തന്നെ ആ ക്ലയൻറ്റ് എക്സോസ്റ്റഡ് ആയി. അതെ. പിന്നെ അവർക്ക് മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളെപ്പോലെ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഡിസൈനേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ എന്തോ അതിനകത്ത് ഡിസൈൻ ചെയ്യുന്നു? ഇഷ്ടിയും സിമെൻറ്റും ഇവർ പറയുന്ന ബഡ്ജറ്റ് എടുത്തെങ്കിൽ പിന്നെ വാട്ട് ഈസ് ദേർ ടു ഡു? നമുക്ക് അതിനകത്തൊന്നും ചെയ്യാനില്ല. കൺസൾട്ടന്റ് ഇൻഫാക്ട് ശത്രുവായി മാറുകയും ചെയ്യും. പറയുന്ന അഭിപ്രായങ്ങളെല്ലാം തിരിച്ചടിക്കും. പിന്നെ നമ്മളൊരു എന്തോ അവരെ വഹിക്കാൻ നിൽക്കുന്ന പോലത്തെ ഫീലിംഗ് ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, 90% ആർക്കിടെക്ട്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ജെനുവിനായിട്ടേ ചെയ്യത്തുള്ളൂ. ആ വീട്ടുകാരുടെ പ്രയാസത്തിന് കൂടെ നിൽക്കാൻ ശ്രമിക്കും 100%. അതുപോലെ ഒരു 10% കാണുമായിരിക്കും കേട്ടോ ഈ പറയുന്ന അല്ലാത്തത്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല. അതുപോലെ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ആർക്കിടെക്റ്റിൻ്റെ അടുത്താണെങ്കിലും കോൺട്രാക്ടറിൻ്റെ അടുത്താണെങ്കിലും ബിൽഡറിൻ്റെ അടുത്ത് ആരുടെ അടുത്താണെങ്കിലും ക്ലയൻറ്റ് ഫിനാൻഷ്യൽ മാറ്റേഴ്സ് ഓപ്പണായിട്ടും ഫ്രീ ആയിട്ടും സംസാരിക്കണം. അവരുടെ ഫിനാൻസ് എവിടെ വരെയാണ്, അവർ എത്ര രൂപയാണ് ഇതിന് കണ്ടിരിക്കുന്നത്. അപ്പം ചില കേസുകളുണ്ടാവും, അവർക്കിപ്പോൾ ഒരു 4 bedroom-ആണ് അവർ റിക്വയർമെൻറ്റ് കിടക്കുന്നതെങ്കിലും ചിലപ്പോൾ അതൊരു 3 bedroom-ഓ 2 bedroom-ലേക്കോ കറണ്ട് ബഡ്ജറ്റിൽ ചെയ്തിട്ട് മറ്റേത് രണ്ടിനും പ്ലാനിങ് സ്റ്റേജിൽ പ്രൊവിഷൻ ഇടാം. ഉള്ളിലുള്ള മറ്റൊരു കാര്യത്തിനെയും ഡിസ്റ്റർബ് ചെയ്യാതെ പുറമേ നിന്ന് തന്നെ ഇതാവശ്യമുള്ള സമയത്ത്, ചിലപ്പോൾ പിള്ളേർ ചെറുതായിരിക്കും, അവർ വളർന്നു വരുമ്പോഴായിരിക്കും അവർക്കൊരു സെപ്പറേറ്റ് ബെഡ്റൂമിൻ്റെ ആവശ്യം വരിക. ദാറ്റ് വിൽ ഗീവ് യു അറ്റ്ലീസ്റ്റ് 10 years ടൈം. ആ 10 വർഷത്തിന് വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തു വെക്കാം. അപ്പം എവിടെ ഫൗണ്ടേഷൻ കൊടുക്കണം, എവിടെ ഇത് ചെയ്യണം, ഏത് വോളുമായിട്ട് അറ്റാച്ച് ചെയ്യണം. ഇൻഫാക്ട് ഞങ്ങളൊരു പ്രൊജക്റ്റിൽ മറ്റൊരു റൂം എക്സ്ട്രാ പിടിക്കാൻ വേണ്ടി ഭിത്തിയിൽ കൈത്തല ഇട്ട് വരെ വെച്ചിട്ടുണ്ട്, കട്ട. അപ്പം ഇപ്പുറത്ത് തല്ലിപ്പൊട്ടിക്കൊന്നും വേണ്ട, നേരെ ഇതേന്ന് ലോക്ക് ചെയ്താൽ മതി. അതിലൊരു ഡിസൈൻ എലമെൻ്റായിട്ട് അങ്ങ്
കളർ ചെയ്ത് വെച്ചിരിക്കുക. അതുപോലെ വേറൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പം നമ്മൾ ഓപ്പൺ ടെറസായിട്ട് ഇടും. ഞാൻ ആവശ്യമില്ലെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം കുടുംബം എന്ന് പറയുന്ന സാധനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സെക്കൻഡ് ബെഡ്റൂം അല്ലെങ്കിൽ നെക്സ്റ്റ് ബെഡ്റൂമിന് വേണ്ടി നമ്മൾ മുകളിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ബെഡ്റൂമും ടോയ്ലറ്റും എവിടെയാണെന്ന് നമുക്ക് ഇപ്പോൾ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ടോയ്ലറ്റിന് വേണ്ടി സംഗൻ സ്ലാബൊക്കെ ഇപ്പോഴേ ചെയ്യാം. അല്ലാതെ നോർമലി നമ്മളൊരു ഓപ്പൺ ടെറസായിട്ട് ചെയ്തു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ ഒരു ബെഡ്റൂം പണിയുമ്പോൾ ബെഡ്റൂമിൻ്റെ ഫ്ലോറിനേക്കാളും മുങ്ങിക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്താൽ പറ്റും. അപ്പോൾ ഫിനാൻഷ്യൽ മാറ്റേഴ്സ് വളരെ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്താൽ ഫിനാൻസ് ആണ് പ്രൈം പോയിന്റ് എങ്കിൽ, ബഡ്ജറ്റാണ് പ്രൈം കൺസേൺ എങ്കിൽ നമുക്ക് ആ ബഡ്ജറ്റിൽ നിന്ന് റിവേഴ്സ് ഓർഡറിലേക്ക് വരും. അതായത് അപ്ലയൻസസ് ആണ് ഏറ്റവും എൻഡിൽ ഒരു വീട്ടിൽ വെക്കുന്നത്, അവിടെ തൊട്ട് പുറോട്ട് വരാം. ഇൻറ്റീരിയറും ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രക്ചറിൻ്റെ ക്വാണ്ടിറ്റിയിലേക്ക് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒപ്റ്റിമമായിട്ടുള്ളൊരു സാധനം ചെയ്യാം, അവർക്ക് ടൈമിനനുസരിച്ച് അവർക്ക് അതിനെ വളർത്തുകയും ചെയ്യാം, ഇത് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇതൊന്നും അറിയാതെ ആദ്യം തന്നെ ഞങ്ങൾക്ക് ഇത്ര ബെഡ്റൂം വീട് വേണം, ഇത്ര ടോയ്ലറ്റ് വേണം. ഞാൻ പറയുന്ന ഒരു വീട്ടിൽ ടോയ്ലറ്റിൻ്റെ നമ്പറോ കൺട്രോൾ ചെയ്താൽ തന്നെ ബഡ്ജറ്റ് പകുതി കൈ നിൽക്കും. അപ്പം അങ്ങനെ ഒരു ഇത് കഴിഞ്ഞ് എസ്റ്റിമേറ്റ് ചെയ്ത് അതുമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് മുന്നോട്ട് പോയി പിന്നെ ചേഞ്ചസ് വന്നു, അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിച്ച് ബഡ്ജറ്റ് മുന്നോട്ട് പോയി എന്നതിനേക്കാൾ നല്ലതാണ് ഇപ്പോഴൊരു റിവേഴ്സ് ഓർഡറിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. ബാത്റൂംസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ ബാത്റൂംസ് ബെഡ്റൂമിനെക്കാട്ടി കൂടുതൽ ബാത്റൂമിന് ഇമ്പോർട്ടൻസ് കസ്റ്റമേഴ്സ് കൊടുക്കുന്നതായിട്ട് തോന്നാറുണ്ടോ? തീർച്ചയായിട്ടും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ക്ലയൻസിന് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള ഒരു എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കാറ്? അവർക്കൊരു ബാത്റൂമിലേക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് നമ്മുടെ ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കാറ്? ഡിസൈൻ പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ ആദ്യം സ്പേസ് കൺസിഡറേഷൻ. ചിലർ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള, അതായത് ഒരു WC വെക്കുമ്പം അത് 45 സെൻറ്റർ ചെയ്ത് വേണം വെക്കാൻ, അല്ലെങ്കിൽ 3 അടിക്കുള്ളിൽ വേണം ഒരു WC നിൽക്കാൻ. അതാണ് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്. നമ്മുടെ മുട്ടിൽ നിന്ന് ഭിത്തിയിലടിക്കാതെയും ഒക്കെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു പൊസിഷൻ അല്ലെങ്കിൽ സൈസ് അതാണ്. അതിൽ ചിലവർ ഓക്കെയാണ്. എന്നാൽ ചില ക്ലയൻസിന് ചിലപ്പം കുറച്ചുകൂടെ സ്പേസ് വലുപ്പമുള്ള, അല്ലെങ്കിൽ ചിലപ്പം ടോയ്ലറ്റിലിരുന്ന് വരെ വർക്ക് ചെയ്യുന്ന അനേകം ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട്, ഞാൻ ഉൾപ്പെടെ ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള ആഡഡ് ആക്സസറീസ് സൈഡിൽ കൊടുക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഞാൻ പറയുവാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഡിസൈനിനകത്ത് ഏറ്റവും പ്രൈം ആസ്പെക്റ്റിലൊന്നാണ്. അപ്പോൾ അതിൻ്റെ സ്പേസ് കൺസിഡറേഷനാണ് ഫസ്റ്റ് തിങ്. ഒരാൾ എന്ത് സ്പേസ് അല്ലെങ്കിൽ എന്ത് വലുപ്പമുള്ള ടോയ്ലറ്റാണ് മനസ്സിൽ അവർ കണ്ടിരിക്കുന്നത് എന്നുള്ളത് വാക്കുകളിലൂടെ ഞങ്ങളത് മനസ്സിലാക്കിയെടുക്കണം. ഞങ്ങളതിന് പല മീഡിയം യൂസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഒന്നെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത പ്രോജക്ട്സിൻ്റെ കൊണ്ടുപോയി കാണിക്കും ഈ സ്പേസ് നിങ്ങൾക്ക് ഓക്കെ ആണോ. പിന്നെ ഉള്ളത് അതിൻ്റെ അറേഞ്ച്മെൻ്റാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 99% വീടുകളിലും ക്ലയൻസ് വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആൾക്കാർക്ക് വളരെ ക്ലിയറായി. അതിൽ ഗ്ലാസ് പാർട്ടീഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ചെയ്യാൻ പറ്റും. അപ്പം ഈ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒരു ആവശ്യമാണെന്നുള്ളത് ഓട്ടോമാറ്റിക്. പണ്ട് അതായിരുന്നു ഒരു ആർക്കിടെക്റ്റ് ഒരു പ്ലാൻ ചെയ്യുമ്പോൾ ടോയ്ലറ്റിനകത്ത് എപ്പോഴും അങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടാവും. അതൊരു എന്താ പറയുക ഓട്ടോമാറ്റിക്കാണ്. ഇപ്പം ക്ലയൻസ് നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു വരുന്നുണ്ട് ബാത്റൂം വെറ്റ് ആൻഡ് ഡ്രൈ തന്നെ വേണം എന്ന് ചോദിച്ചു വരുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസൈനിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്താലേ അല്ലെങ്കിൽ അതിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ വരത്തുള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോൾ ഈ കമ്പനികളെല്ലാം ബാത്ത് എക്സ്പീരിയൻസുകൾ കൂട്ടാനും ഇത് ചെയ്യാനും ഭയങ്കര എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ വളരെ എവിഡൻ്റ് ആണ് ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ഇന്നോവേഷൻസ് വരുന്നൊരു ഫീൽഡാണ് ഇപ്പം. ഇന്നോവേഷൻസ് വരുന്നൊരു ഫീൽഡാണ് സാനിറ്ററി ഫീൽഡ്. അപ്പം അത് കൂടാതെ തന്നെ അതാണ് ഏറ്റവും കൂടുതൽ ഒരു വീടിൻ്റെ ബഡ്ജറ്റിനെ കൺസ്യൂം ചെയ്യുന്ന സ്പേസും. ഈ പറഞ്ഞ പോലെ നമ്മൾ കസ്റ്റമറുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ തുടക്കത്തിൽ വെക്കുന്ന സമയത്ത് ബാത്റൂംസിനെ കുറിച്ച് അവർക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു 80% സമയത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള ബാത്റൂമിനെ പറ്റി സംസാരിക്കാൻ വലിയ താല്പര്യമില്ല. ആ സമയത്ത് അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ അറിയേണ്ടത് ബാത്റൂമിനെ പറ്റി. അന്നേരം പണി തുടങ്ങി വരുമ്പോൾ അവസാനം ബാത്റൂമിലാണ് കാര്യം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. ഫ്രെഡി പറഞ്ഞതിൻ്റെ കൂടുതൽ ഒരു പോയിന്റോട് ആഡ് ചെയ്യാണ്. ബാത്റൂമിന്റെ പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ബാത്റൂം നമ്മളൊരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നുള്ളത്. കാര്യം നമ്മൾ ബാത്റൂം ഒട്ടും വെന്റിലേഷൻ ഇല്ലാത്തൊരു രീതിയിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, കാര്യം എപ്പോഴും നമുക്കറിയാം എപ്പോഴും മോയ്സ്ചർ എപ്പോഴും വെള്ളമുള്ള സ്ഥലമാണ്. ഇത് പെട്ടെന്ന് ഒരു ചെറിയൊരു സൈക്കിളിനുള്ളിൽ പെട്ടെന്ന് ഡ്രൈ ഔട്ട് ചെയ്യണം. അപ്പോൾ ആ ഡ്രൈ ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്
അതിനനുസരിച്ചുള്ള ഒരു വെന്റിലേഷൻ കിട്ടുന്ന ഒരു സോണിൽ നമ്മളത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലേ അത് ഡ്രൈ ഔട്ട് ആവുള്ളൂ. അപ്പം ഈ പ്ലേസ്മെന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഫാക്ടറാണ്. ഇത് പറഞ്ഞ കൂട്ടത്തിൽ ഇപ്പം മിക്ക ബാത്റൂംസിലുള്ളൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ മഴക്കാലം കൂടെ ആയി കഴിയുമ്പം കുളിച്ച് കഴിയുമ്പോഴത്തെ ആ ഒരു ഈർപ്പവും നനവും ബാത്റൂമിൽ നിന്ന് വെന്റിലേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട് പുറത്തോട്ട് പോകത്തില്ല. അത് ഭിത്തിയെ തന്നെ ഇങ്ങനെ ഒരു പൂപ്പൽ പോലെ നീങ്ങുന്ന അത് അപ്പോൾ മിക്ക വീടുകൾക്ക് അത് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ ചോദിക്കാനും ചോദ്യം ഉണ്ടെന്ന് അറിയത്തില്ല, വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഈ ബാത്റൂമിലെല്ലാം ഉണ്ട്. ചില പ്ലംബേഴ്സ് അല്ലെങ്കിൽ ചില വീട്ടുകാർ തന്നെ ക്ലോസറ്റിൻ്റെ ലൊക്കേഷൻ വാസ്തു ബേസ് ചെയ്തിട്ട് അന്നേരം ഈ പ്രൈവറ്റ് ഒക്കെ നമ്മൾ പറയുമ്പം ചിലർക്ക് ഓക്കെ മനസ്സിലാവും. പക്ഷെ മറ്റു കേസിൽ നമ്മൾ ഡിസൈനിനെ മൊത്തത്തിൽ തിരിക്കേണ്ടി വരും. ഏതാ വാസ്തു കറക്റ്റ് ആക്കാൻ എന്തൊക്കെയാണ് ബാത്റൂമിന്റെ പൊസിഷൻ പ്ലേസ് ചെയ്ത്, അതായത് നമ്മളെ ഡിസൈൻ കൊടുത്തു കഴിഞ്ഞിട്ടായിരിക്കും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ തന്നെ വേണം. കഴിവതും എന്താ പറയുക, ഡിസൈൻ കൊടുത്തിട്ടല്ല, ഡിസൈൻ കൊടുത്തിട്ട് മാത്രമല്ല, സൈറ്റിൽ ഇത് പണിത് ഫസ്റ്റ് പ്ലംബിങ്ങിന്റെ ലൈൻ ചെയ്യുന്ന സമയത്തായിരിക്കാം ചിലപ്പോൾ ചേഞ്ച് വരുന്നത്. അങ്ങനത്തെ ഒത്തിരി സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ ക്ലയന്റിന്റെ കോൺഫിഡൻസാണ്. ഈ വാസ്തു ഇപ്പം വാസ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കന്നിമൂല എന്നൊക്കെ പറയാറില്ലേ, കന്നിമൂല സൗത്ത് വെസ്റ്റിൽ നമ്മൾ പറയും ഏറ്റവും കൂടുതൽ കാറ്റ് സഞ്ചരിക്കാൻ സാധ്യതയുള്ളൊരു സ്പേസാണെന്ന് പറയാം. പക്ഷെ അത് ഓരോ പ്ലോട്ടിനെ ആശ്രയിച്ചിരിക്കും. എന്നാലും നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ആ ഭാഗത്ത് ഇത്രയും എയർ പോകാൻ ഉള്ള പ്രൊവിഷനുണ്ട്. അങ്ങനെ ഒരു പ്രൊവിഷനുള്ള സ്ഥലത്ത് ഒരു ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ അവിടെ കൊണ്ടുവന്ന് ബാത്റൂം പണിയാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ എയറിൻ്റെ ഫ്ലോയിനെ ശ്രദ്ധിക്കുന്നതിനാണ്. അപ്പം അവിടെ ബാത്റൂം വന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വെന്റിലേഷനേ ഉള്ളൂ. വീടിനകത്തോട്ട് എയർ കയറാൻ എത്രയും ഓപ്ഷനുള്ള സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ബാത്റൂം പണിഞ്ഞു വെച്ചു. സോ അതൊന്ന് അതുപോലെ ഈ പറഞ്ഞ കന്നിമൂല അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് കോർണർ എന്ന് നമ്മൾ പറയുന്ന സാധനത്തിനകത്ത് ഈ വാസ്തുപ്രകാരം ടോയ്ലറ്റ് പ്ലേസ് ചെയ്യരുതെന്ന് പറയുന്നത് ഈ പറഞ്ഞ വെന്റിലേഷൻ്റെ ഒരു ഘടകവും ഒന്ന്. രണ്ടാമതൊരു കാര്യം പറയുന്നുണ്ട്, ഒരു വെള്ളം ഉള്ള ഒന്നും അവിടെ വരാൻ പാടില്ല, അല്ലെങ്കിൽ വേറെ ഒരു രീതി നമ്മുടെ സെപ്റ്റി ടാങ്കോ അങ്ങനെയുള്ള ഒരു കാര്യം അവിടെ വരാൻ പാടില്ല. അതിൻ്റെ മേജർ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ഒരു കിടപ്പിൽ കേരളത്തിൽ സൗത്ത് വെസ്റ്റിൽ നിന്ന് നോർത്ത് ഈസ്റ്റിലേക്കാണ് ഭൂമിയുടെ അടിയിലെ വെള്ളത്തിൻ്റെ സഞ്ചാരം. നമ്മുടെ കടലിരിക്കുന്ന പൊസിഷൻ അതാണ്. നമ്മുടെ അരുവികളും റിവറുകളും ഒക്കെ ഫ്ലോ ചെയ്ത് വരുന്ന ഡയറക്ഷൻ അതാണ്. നമ്മുടെ ഭൂമിയിലെ അടിയിലെ വെള്ളത്തിൻ്റെ മൂവ്മെൻറ്റും അതാണ്. അതിന് ഒബ്സ്ട്രക്റ്റീവായിട്ട് നമ്മളൊരു ടാങ്കോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കുഴപ്പം വരത്തില്ല. കുഴപ്പം വരാൻ പോകുന്ന അടുത്ത വീട്ടിലെ കിണറിലാണ് ഈ ഇഷ്യൂ വളരെയധികം കിണർ വാട്ടർ കണ്ടാമിനേറ്റ് ആവുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഒരു ലീക്കേജ് വന്നാൽ, ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെ സെപ്റ്റി ടാങ്ക് എന്ന് പറയുന്നത് വെറും ഒരു കുഴിയല്ല, അത് കുറച്ചുകൂടെ ഒക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് അതിന് ഗ്രേ വാട്ടർ കളയാനും ഒക്കെ ഉള്ള സംവിധാനങ്ങൾ വന്നിട്ടുണ്ട്. സ്റ്റിൽ ഒരു എലി വെട്ടി ടാങ്ക് പൊട്ടുക അല്ലെങ്കിൽ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് വാട്ടറാണ് ഡിസ്റ്റർബ് ആവുന്നത്. ഇതിൽ നിന്ന് ചിലപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം കിണർ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കിണർ. പറഞ്ഞു വന്നതിന്റെ ഇതെന്ന് പറഞ്ഞാലേ നമ്മൾ കംപ്ലീറ്റ്ലി വാസ്തു അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ ചുമ്മാ കെട്ടിയത് കളയേണ്ട ആവശ്യമില്ല. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം കിച്ചണിന്റെ കാര്യം പറയാം. പണ്ട് കാലങ്ങളിൽ കിച്ചണിൽ ഇപ്പൊ വെക്കത്തില്ല. എന്തെന്നറിയോ, ഈ പറയുന്ന കാറ്റ് കൂടുതൽ പോകുന്ന സ്ഥലം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് അടുപ്പല്ല യൂസ് ചെയ്യുന്നത്. അപ്പം കാറ്റടിക്കുമ്പോൾ ആള് കെടും. കിഴക്ക് ദർശനമായിട്ടല്ലേ നമ്മൾ കിച്ചൺ വെക്കുന്നത് എപ്പോഴും. കോസ്മിക് എനർജിയുടെ ഒരു കോൺട്രഡിക്ടറി അല്ലെങ്കിൽ ഒരു കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ആണ് അല്ലെങ്കിലും ഈ വാസ്തു എന്ന് പറയുന്നത്. ഓരോരുത്തരുടെ ഇന്റർപ്രിട്ടേഷൻ മാറുന്നതിനനുസരിച്ച് പലപ്പോഴും സംഭവിക്കുന്നത് ഓരോരുത്തരും അവരുടെ പേഴ്സണൽ ഗെയിനുകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ഈ വാസ്തുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തൊരു സിറ്റുവേഷനിൽ കൊണ്ടുവെക്കും. ശരിക്കും കേരളത്തിന്റെ ഒരു ജോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ പ്യൂർലി വാസ്തുവിന് അതിൻ്റെതായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ട്. സയൻസ് ഉണ്ട്, ബേസിക്കലി സയൻസ് ആണ്. തീർത്തും ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു സ്റ്റഡി മെറ്റീരിയൽ, ഒരു സബ്ജക്റ്റ് അല്ലേ ഇത് ബേസിക്കലി സയൻസ് ആണ്. പണ്ട് കാലത്ത് പ്രശ്നം കാര്യം പണ്ട് ഒരു 50 വർഷം അല്ലെങ്കിൽ ഒരു 30-40 വർഷം മുന്നേ ഈ സയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള ഒരു ഫാക്ടറാണ് ഫിയർ. സോ ഫിയറുമായിട്ട് ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആരും ഇതിനെ ചോദ്യം ചെയ്യില്ല. ഇത് നമുക്ക് ഈസിലി ഇംപ്ലിമെന്റ് ചെയ്യാനും പറ്റും. അതിന്റെ സയൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ബ്യൂട്ടിഫുൾ. കാര്യം അതുപോലെ തന്നെ പറയുന്ന സയൻസ് അത് ഇതിരുന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമുക്ക് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വേറെ മെഷീനറിയോ മെക്കാനിക്സോ ഒന്നും ഒരു വീട്ടില്ല. അപ്പം ഒത്തിരി പേര് ചോദിക്കുക, അപ്പം ഇവിടം വിട്ട് ഗൾഫിൽ പോയാൽ വാസ്തുവില്ലേ? എല്ലായിടത്തും അവരുടേതായ സയൻസും സയന്റിഫിക് ഫാക്ടേഴ്സും ഉണ്ട്. അതിനെ വാസ്തു എന്ന് കോയിൻ ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നോട് ചോദിക്കുവാണെങ്കിൽ 100% അതിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മൾ 100% വാസ്തു സർട്ടിഫൈഡ് ആയിട്ട് ഒരു വീട് പണിതിട്ട് അതിൻ്റെ ഒരു ഒറ്റ ജനലും വാതിലും തുറക്കാതെ ഫുൾ ടൈം AC ഇട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ
ഈ വാസ്തുവിൻ്റെതായ ഒരു പ്രയോജനമില്ല ആർക്കും കിട്ടാൻ പോകുന്നില്ല. അപ്പം അതാണ് ഇത് കസ്റ്റമറിൻ്റെ കോൺഫിഡൻസാണ്. ഇപ്പം നമ്മൾ വരയ്ക്കുന്ന പ്ലാനിനകത്ത് അത്യാവശ്യം ബേസിക്സ് എല്ലാം വരച്ചിട്ടുണ്ടെങ്കിൽ വേറെ പുറത്തുനിന്നൊരു അഭിപ്രായം വന്നിട്ട് നിങ്ങളുടെ കന്നിമൂല ടോയ്ലറ്റാണ് അടുക്കളയാണ് അപകടം ഉണ്ടാവും എന്നൊരു ചോദ്യം കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ തക്കവണ്ണം വാസ്തു കറക്റ്റ് ചെയ്തേ വരയ്ക്കത്തുള്ളൂ. ഇപ്പോൾ കിഴക്ക് സൂര്യൻ പണ്ട് കാലങ്ങളിൽ കറണ്ട് ഇല്ല, രാവിലെ അടുക്കളയിൽ പണിയണമെങ്കിൽ രാവിലത്തെ സൂര്യപ്രകാശം വരുന്നിടത്ത് തന്നെ കിച്ചൺ വെക്കണം. അപ്പോൾ അതുകൊണ്ട് കിഴക്ക് സൈഡ് വെച്ചു. പിന്നെ നമ്മുടെ ക്ലൈമറ്റിൽ സൗത്ത് പിടിച്ചിട്ടായി സൂര്യൻ പോകുന്നത്. ഈസ്റ്റിൽ നിന്ന് നേരെ മുകളിൽ കൂടെ വെസ്റ്റ് അല്ല, സൗത്ത് പിടിച്ചിട്ട്. അതുകൊണ്ടാണ് സൗത്ത് ഈസ്റ്റിൽ കൊണ്ട് കിച്ചൺ വെക്കുന്നത്. അപ്പം വെട്ടം കുറച്ച് നേരം കിച്ചണിൽ വെട്ടം കിട്ടാൻ തക്കവണ്ണം. അപ്പം ഇതിനൊക്കെ ബേസിക്സ് ഉണ്ട്. പിന്നെ അതൊക്കെ കറക്റ്റാക്കി തന്നെ നമ്മൾ മാക്സിമം ചുറ്റളവ്, മരണച്ചുറ്റ്, അതിനോടൊന്നും എനിക്ക് ചുറ്റളവിൽ എന്ന് എൻ്റെ വീട്ടിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞാണ് കിഴക്കോട്ട് ക്ലോസറ്റ് വെക്കുന്നത്. എനിക്ക് എന്താണ് എനിക്ക് നമ്മൾ നോക്കുമല്ലേ സയന്റിഫിക് ആയിട്ടുള്ള ഒരു നമ്മൾ തിങ്ക് ചെയ്യും. അതിന് സയന്റിഫിക് അല്ല, എനിക്ക് ഇതുവരെ സയന്റിഫിക് അത് ഞാൻ അതിനെ കോൺട്രവേഴ്സി ആവും. ഇത് ഞാൻ ഒരു ആളോട് ചോദിച്ച ചോദ്യമുണ്ട്. ഈ ക്ലോസറ്റ് ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോഴേ, ഈ പണ്ട് നമ്മുടെയൊക്കെ അപ്പന്മാരങ്ങനെ പ്രായമുള്ളവരൊക്കെ പണ്ട് ഈ ക്ലോസറ്റ് അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്ന് പറയുന്ന സാധനം നമ്മുടെ വീടുകളിലില്ല, പറമ്പായിരുന്നു. അതായത് ശരിക്കും ഒരു വീടിന്റെ ഒരു ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ച സാധനം ഈ ടോയ്ലറ്റാണ്. പണ്ട് പറമ്പിൽ ഓപ്പണായിട്ട് കിടന്ന സാധനം പിന്നെ ഒരു മുറിയായി, അതിൽ നിന്ന് കയറി ഇന്നിപ്പോൾ നമ്മുടെ ബെഡ്റൂമിനകത്ത് വരെ വന്നു. ഇന്നിപ്പം ബെഡ്റൂം ടോയ്ലറ്റിനകത്ത് ഇരിക്കുന്ന സാഹചര്യങ്ങൾ വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്ത് വന്നൊരു സാധനമാണ് ഇത്. അപ്പോൾ ഇതിന് പണ്ടത്തെ കാലത്ത് അപ്പോൾ ഒരു ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ ഒരു ഇതിൽ ആൾക്കാർ പോകുമ്പോൾ അവർ ഈ വടക്ക് പോകുന്നത് നല്ല കവറിങ് കിട്ടുന്ന ഒരു സ്ഥലത്ത് സേഫായിട്ട് ഇരിക്കുക എന്നുള്ളതല്ലേ അതിനകത്ത്. ഇതെന്ന് പറയുന്നതെന്നറിയാം, നമ്മുടെ ദൈവം കിഴക്കാണോ അല്ലെ സൂര്യൻ കിഴക്കാണെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. അപ്പം നമ്മൾ കിഴക്കോട്ട് ഫേസ് ചെയ്തിരിക്കുവോ അല്ല തിരിഞ്ഞിരിക്കുവോ, അല്ലെങ്കിൽ ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ ആകുമ്പോഴത് ദൈവത്തിനെ നമ്മൾ ആ ഒരു അതുകൊണ്ടാണ് തെക്ക് വടക്ക് വെക്കണമെന്നുള്ള ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പറയുന്നത് ആരുടെയും റിലീജിയസ് സെന്റിമെന്റ്സിനെ നമുക്ക് ഹെർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു സെന്റിമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടെന്ന് ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാതെ നമുക്ക് ആ ഇനീഷ്യൽ ഫേസിൽ അത് കറക്റ്റ് ചെയ്ത് വരച്ചു പോകും. കാരണം ആ കോൺഫിഡൻസിലാണ് ആ വീട് തീരുന്നത്, വീട്ടുകാരുടെ കോൺഫിഡൻസിൽ. അത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. പണിയുന്ന ആളുടെയും വരയ്ക്കുന്ന ആളുടെയും എല്ലാ ഉത്തരവാദിത്വം.